ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 6 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 7-ാമത്തെ ശ്ലോകം നോക്കാം. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോ വികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. മമ എൻ്റെ ഏതാം വിഭൂതിം ഈ വിഭൂതിയെയും അഥവാ മഹിമകളെയും യോഗം ച യോഗശക്തിയെയും തത്വതഃ യഥാതഥമായി യഹ യാതൊരാൾ വേത്തി അറിയുന്നുവോ സഹ അവൻ അവികമ്പേന അവികൽപ്പേന അതായത് ചാഞ്ചല്യമില്ലാതെ യോഗേന യുജ്യതേ യോഗത്തോട് യോജിക്കുന്നു അഥവാ യോഗയുക്തനായി തീരുന്നു. അത്ര അതിൽ ന സംശയ സംശയമില്ല. ഭഗവാൻ പറയുന്നു, എൻ്റെ ഈ വിഭൂതിയെയും അഥവാ എൻ്റെ ഈ മഹിമകളെയും യോഗശക്തിയെയും യഥാതഥമായി യാതൊരാൾ അറിയുന്നുവോ അവൻ അവികൽപ്പേന താമസം വിന അഥവാ ചാഞ്ചല്യമില്ലാതെ മാറ്റമില്ലാതെ യോഗത്തോട് യോജിക്കുന്നു അഥവാ യോഗയുക്തനായി തീരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ ഈ വിഭൂതികളെയും അതായത് മഹിമകളെയും യോഗശക്തിയെയും ശരിയായ വിധത്തിൽ അറിയുന്നവൻ അചഞ്ചലനായി ഏകാഗ്രമനസ്സോടെ യോഗയുക്തനായി തീരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഭഗവാനെ യഥാതഥമായി അറിയുന്നവർ സാക്ഷാത്കാരത്തെ നേടുന്നു. ഭഗവത് തത്വത്തെ, ആ ഈശ്വരഭാവത്തെ അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ തത്വത്തിൽ അറിയുന്നവർ ഈശ്വര സാക്ഷാത്കാരം നേടുന്നു, യോഗയുക്തരായി തീരുന്നു. അവർ യോഗസിദ്ധികളിലൊന്നും ഭ്രമിക്കാതെ ഭഗവാനിൽ മാത്രം ദൃഢചിത്തരായി ഈശ്വരത്വത്തിലേക്ക് ഉയരുന്നു. ഭഗവത് വിഭൂതികളിൽ മനസ്സുറയ്ക്കാത്തവർക്ക് ഭക്തിപൂർവമായ സേവനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കില്ല. കാരണം ഈ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ ഭാവങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഈശ്വരാംശമുള്ളതാണ്, ഈശ്വരൻ തന്നെയാണ്. സകല ഭാവങ്ങളും ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ആ തത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ഭക്തിപൂർവമായ സേവനങ്ങളിലും ഏർപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഈശ്വരൻ്റെ മഹത്വം അറിഞ്ഞവർക്കേ ആത്മസമർപ്പണം സാധ്യമാകൂ. എവിടെയെങ്കിലും നമുക്കൊരു പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ ആശ്രയിക്കാൻ സാധിക്കൂ. അപ്പോൾ ആ പൂർണ്ണമായ ദൃഢമായ വിശ്വാസം ഭഗവാനെക്കുറിച്ച് ഭഗവാനിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സമർപ്പണം സാധ്യമാകൂ. ഈ സമർപ്പണമുണ്ടെങ്കിലേ എല്ലാം ഈശ്വരപൂജയായി കരുതി കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കൂ. അചഞ്ചലമായ ഭക്തി ഉദിക്കൂ. അപ്രകാരമുള്ള ഈ അചഞ്ചലമായി ഭക്തി ഉദിച്ചവർക്ക്, അപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായി ആശ്രയിച്ചവർക്ക്, അവർ ശുദ്ധഭക്തരായിട്ടുള്ള അവർ യോഗയുക്തരായി ഭവിച്ച് ഈശ്വര സാക്ഷാത്കാരത്തെ
പ്രാപിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ഭഗവാനിൽ പൂർണ്ണമായി ദൃഢമായി വിശ്വസിച്ച് ഭഗവാന്റെ വിഭൂതികളെ, മഹിമകളെ താത്വികമായ ഭാവത്തിൽ മനസ്സിലാക്കി സകലവും ഈശ്വരപൂജയായി കർമ്മങ്ങളെ ചെയ്യുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഈശ്വര സാക്ഷാത്കാരം നിശ്ചയമാണ് എന്ന് ഭഗവാൻ ശ്ലോകത്തിലൂടെ പറയുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.